അപ്പോൾ ഓരോ മാസവും ഞങ്ങൾ ഓരോ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി പ്രസംഗ മത്സരം നടത്തുകയും അത് 1ാം ക്ലാസ് 2ാം ക്ലാസ് പിന്നെ 3, 4 ഒരു സെറ്റ് തന്നെ ഞങ്ങൾക്ക് വാങ്ങി തരികയും ചെയ്തു. അപ്പൊ ആ പ്രൈസുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ നവംബർ മാസം ഞങ്ങൾ നടത്തിയിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വിവിധ പരിപാടികൾ നമ്മുടെ സ്കൂളില് നടപ്പിലാക്കി വരുന്നുണ്ട്. ഇത് പുതുതായി ഇവിടെ വന്നിരിക്കുന്ന പുതിയ മെമ്പർമാരുടെ ശ്രദ്ധയിലേക്ക് മാത്രം പറഞ്ഞതാണ്. അപ്പം ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ക്രിസ്മസ് ആഘോഷ പരിപാടികളിൽ അധ്യക്ഷനിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജർ ശ്രീ വിശ്വനാഥൻ സാറിനെ വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഖ്യ പ്രഭാഷണം ചെയ്യുന്ന ക്രിസ്മസ് സന്ദേശം നൽകാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ സഞ്ജിത്ത് സാറിനെ സംബന്ധിച്ച് സാറ് കുട്ടികളാട് സ്കൂളിലെ മാഷാണ്. എങ്കിലും നമ്മുടെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ കൃത്യസമയത്ത് ഓടി വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സാറിനെ വളരെ സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്രിസ്മസ് ദിന ആശംസ നൽകുന്നതിന് വേണ്ടി നമ്മുടെ ലത്തീൻ പള്ളി വികാരി ഫാദർ സേവ്യർ അച്ഛൻ ഇവിടെ വരാമെന്ന് പറഞ്ഞിരുന്നു. എത്തുമെന്ന് കരുതുന്നു. അച്ഛൻ അങ്ങനെ മുടക്കം വരുന്ന ആളല്ല. അച്ഛനെ ഈ സമയത്ത് ഞാൻ അനുസ്മരിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിരുന്ന ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർമാരായ ശ്രീമതി ആൻസി അഗസ്റ്റിൻ, ഞാൻ വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല. ആൻസി മെമ്പറെ സംബന്ധിച്ച് നമ്മുടെ സ്വന്തം, നമ്മുടെ സ്കൂളിലെ ഒരു ടീച്ചറിനെ പോലെയാണ്. നമ്മുടെ പേരന്റായിരുന്നു, ദീർഘകാലം പഞ്ചായത്തിലെ മെമ്പറായിരുന്നു, എല്ലാവരും അല്ലേ, വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല. വളരെ സന്തോഷത്തോടെ ആൻസി മെമ്പറെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത നമ്മളെ ശ്രീ KR രാജി സാർ അവറുകളാണ്. രാജി മെമ്പറെ സംബന്ധിച്ച് കുറെ നാളുകൾക്ക് മുമ്പ് എന്റെ വാർഡ് മെമ്പറായിരുന്നു. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയാണ്, നല്ലൊരു ഗായകനാണ്. KR രാജി അവറുകളെ വളരെ ബഹുമാനത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ശ്രീ ആന്റണി കടപ്പലാക്കൽ അവറുകളാണ്. കോട്ടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ മുൻ വൈസ് പ്രസിഡന്റായിരുന്നു. വളരെയേറെ നമ്മുടെ സ്കൂളുമായി വളരെയേറെ ബന്ധമുള്ളയാളാണ്. കഴിഞ്ഞ വർഷങ്ങളില് സാറ് ഇവിടെ മെമ്പറായിരുന്ന സമയത്ത് ധാരാളം സമയങ്ങളിൽ നമ്മുടെ സ്കൂളിൽ വരികയും വിവിധ പരിപാടികളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തേക്കുന്നതാണ്. അപ്പം സാറ് ഈ വർഷം കുട്ടികളിൽ നിന്നാണ് ജയിച്ചിരിക്കുന്നത്. സാറിനെ വളരെ ബഹുമാനത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ശ്രീ ജിജോ കാരക്കാട്, എന്റെ പ്രിയ സുഹൃത്താണ്. അദ്ദേഹം ആദ്യമായാണ് ഈ വാർഡ് ഇലക്ഷനിലേക്ക് മത്സരിക്കുന്നതും ജനപ്രതിനിധിയാകുന്നതും. എല്ലാവിധ വിജയ ആശംസകളും നേരുകയും ഈ നമ്മുടെ ഒരു വിദ്യാർത്ഥിയുമാണ്. വളരെ സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി അനു ഷിച്ചു, നമുക്കറിയാം കഴിഞ്ഞ ദിവസം വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അല്ലെ. നമുക്കാണെങ്കിൽ 5 ലക്ഷം രൂപയുടെ ഒരു ഷീറ്റ് ടോയ്ലറ്റ് സംശയമൊക്കെ തന്ന് അതിന്റെ പണികളൊക്കെ നടന്നു വരുന്നതേ ഉള്ളൂ. അതിന്റെ ആ പണി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരുന്നു. അപ്പൊ അന്നൊരു സംശയം ഉണ്ടായിരുന്നു, ഇതിന്റെ ഉദ്ഘാടനം ഇനിയിപ്പോ എങ്ങനെ ആകുന്നു. എന്നാൽ ആ സംശയത്തിന് യാതൊരു പ്രസക്തിയില്ലെന്നായി പോയി. ഇനിയിപ്പോ നമുക്ക് അതിന്റെ ഉദ്ഘാടനവും നടത്താം, കുഴപ്പമൊന്നുമില്ല. ശ്രീമതി അന്വേഷിച്ചതിനെ വളരെ സന്തോഷത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശാന്താബായി മെമ്പറാണ്. ശാന്താബായി മെമ്പർ നേരത്തെ ഒരു ടേൺ മെമ്പറായിരുന്നു. ഇപ്പോൾ ചാത്തമ്പ്ലാപ്പള്ളി ഭാഗത്തെ മെമ്പറാണ്. നമ്മുടെ കുട്ടികൾ നേരത്തെ സ്കൂളിൽ പഠിച്ചിരുന്നു. PTA മെമ്പറായിരുന്നു. ശാന്താബായി മെമ്പറെ വളരെ സന്തോഷത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെള്ളങ്കാട് ടോപ്പിലെ രാജ്യമോൾ ഷിബു മെമ്പറാണ്. രാജ്യമോൾ ഷിബു മെമ്പറെ വളരെ നിങ്ങൾക്ക് പരിചയമില്ല. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മെമ്പറാണ്. മെമ്പർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനിയുള്ളത് ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളാണ്. നല്ല തിരക്കുള്ള സമയമാണെങ്കിലും എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മുടെ ക്രിസ്മസ് ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയ നിങ്ങളെ പ്രത്യേകം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനിയുള്ളത് പ്രിയപ്പെട്ട എൻ്റെ അധ്യാപക സുഹൃത്തുക്കളും മക്കളായ നിങ്ങളുമാണ്. എല്ലാവരും
ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി തൊപ്പിയൊക്കെ വെച്ച് മിടുക്കരായി പല പല പരിപാടികളൊക്കെ അവതരിപ്പിക്കാനൊക്കെ ആയിട്ട് തിടുക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും വളരെ സന്തോഷത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നല്ല ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇനി ഒരു പ്രത്യേക അറിയിപ്പ് പറയാനുള്ളത്, നമ്മുടെ ധാരാളം പരിപാടികൾ അവതരിപ്പിക്കാറുണ്ട്. അപ്പൊ ഇവരൊക്കെ വന്നിരിക്കുന്നവർക്കെല്ലാം ധാരാളം തിരക്കുള്ളതാണ്. അതുകൊണ്ട് അവരുടെ ഒരു ചെറിയ ആശംസകൾ പറഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ പരിപാടിയൊക്കെ വെച്ചാൽ പോരെ? അത് മതിയല്ലോ. അപ്പൊ നമുക്ക് പിന്നെ സ്ലോ ആയിട്ട് പതുക്കെ നമുക്ക് ചെയ്യാം. ശരി, ഓക്കെ, താങ്ക് യു. Sri Vishwanathan sir to stage. നമസ്കാരം. ബഹുമാനപ്പെട്ട അച്ഛൻ മധു സാറ്, അധ്യാപകര്, രക്ഷിതാക്കള്, നമ്മുടെ പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീജി സാറ്, കൊച്ചുകുട്ടികളെ, ഇന്നിവിടെ നമ്മൾ അനുമോദനം എന്ന് ഈ സ്കൂളിൻ്റെ വകയായി അനുമോദനം അർപ്പിക്കുന്നത് ന്യൂലി എലക്റ്റഡ് മെമ്പർമാരെയാണ്. വളരെ ആദരവോടും വളരെ റെസ്പെക്റ്റോടും കൂടി ഈ എല്ലാ എലക്റ്റഡ് മെമ്പർമാരെയും ഞാൻ ഞങ്ങളുടെ സ്കൂളിൻ്റെ പേരിൽ അനുമോദിക്കുന്നു. അഭിനന്ദനങ്ങൾ. അടുത്ത 5 വർഷത്തേക്ക് ഈ നാടിൻ്റെ പുരോഗതി, അല്ലെ ഈ നാടിനെ എങ്ങനെ കൊണ്ടുപോകണം, അല്ലെ നാടിൻ്റെ പ്രവൃത്തി, നമുക്ക് മനുഷ്യനെ, ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് എത്ര സഹായം ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ഒരു നേതൃത്വം നൽകുന്ന ടീമാണ് ആക്ച്വലി ഈ സ്കൂളിൻ്റെ സ്റ്റേജിലിരിക്കുന്നത്. ഇവരെ ഈ സ്കൂളിൽ വെച്ച് ഒരു അനുമോദനം കൊടുക്കുവാൻ കാരണം, ഈ സ്കൂൾ ഒരു എയ്ഡഡ് സ്കൂളാണ്. മാനേജ്മെൻറ്റ് SNDP നേതൃത്വം മാനേജ് ചെയ്യുന്നെങ്കിലും ഒരു സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം. ആസ്വൽ നമ്മുടെ പഞ്ചായത്തും ഒരു സർക്കാർ സ്ഥാപനമാണ്. അവിടെ എലക്റ്റഡ് മെമ്പർമാരായിരിക്കുന്നവർക്ക് എല്ലാവർക്കും സത്യപ്രതിജ്ഞ ചെയ്ത് ഇവർ കഴിഞ്ഞ 5 വർഷത്തേക്ക്, അടുത്ത 5 വർഷത്തേക്ക് ഈ ഭരണത്തിൽ വരുമ്പോൾ സർക്കാരിൻ്റെ നിർദ്ദേശവും നിയന്ത്രണത്തിലുമാണ് ഇവരും ഈ നമ്മുടെ എലക്റ്റഡ് മെമ്പർമാരും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളുമായിട്ട് ഇവർക്ക് ഈ നമ്മളറിയാത്ത ഒരു ബന്ധം ഈ നമ്മുടെ പഞ്ചായത്തിനുണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങളും, സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് പഞ്ചായത്താണ്. ഗവൺമെൻറ്റിൻ്റെ ആ ഓർഡർ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്ന പോലെ തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ അനുസരിച്ച് ഒരു പഞ്ചായത്തും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജയിച്ചു വന്ന അടുത്ത 5 വർഷത്തേക്ക് എലക്റ്റഡ് ആയിട്ടുള്ള മെമ്പർമാരെ ആദരിക്കാൻ നമ്മൾ തീരുമാനിച്ചത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഒത്തിരി ചടങ്ങുകളുള്ളത് കൊണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു വാക്കുകൾ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്താം. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം എന്നാണ് ഗുരുദേവൻ പഠിപ്പിച്ചിരിക്കുന്നത്. ജാതിയോ മതമല്ല, മതത്തിനപ്പുറം മനുഷ്യനാണ് വലുത്. അതുകൊണ്ട് ഈ എലക്റ്റഡ് മെമ്പർമാർ ഈ 5 വർഷം സർവേശ്വരൻ ഇവരുടെ കരങ്ങൾക്കും മനസ്സിനും ശക്തി കൊടുക്കട്ടെ, ഈ നാടിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുവരുവാൻ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. I invite our respected PTA President Srijit sir to stage. ഏവർക്കും നമസ്കാരം. നിരവധി പരിപാടികളുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇതെല്ലാം അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, 2 ആഘോഷമാണ്, ക്രിസ്മസും പുതുവത്സരവും. എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച നമ്മുടെ ക്രിസ്തുദേവൻ സഹനത്തിൻ്റെ പ്രതീകമായിരുന്നു. അപ്പോൾ ആ സ്നേഹവും നമ്മളിലും ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മളെല്ലാ ഡിസംബർ 25 ക്രിസ്മസായി ആഘോഷിക്കുന്നത്. ഒപ്പം നല്ലൊരു പുതുവർഷം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം നമ്മുടെ ഈ വേദിയിൽ ഇരിക്കുന്നത് കുട്ടികൾ ഗ്രാമപഞ്ചായത്തിലെ കരുത്തുറ്റ ഭരണസമിതിയിൽപ്പെട്ട അംഗങ്ങളാണ്. ഒറ്റ കാര്യം മാത്രം ഇവരോട് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനിയുള്ള വർഷക്കാലം നിങ്ങളുടെ മനസ്സിൽ ഈ സ്കൂളും ഈ കുട്ടികളും എപ്പോഴും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ
ക്രിസ്മസ് നവവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. I invite Hari S for a felicitation speech. എല്ലാവർക്കും നമസ്കാരം. ലോകം കാലത്തെ രണ്ടായി പകുത്തത് സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പേരിലാണ്. ക്രിസ്തുവിന് മുൻപെന്നും പിൻപെന്നും. ആ തിരുപ്പിറവിയുടെ ആഘോഷവേളയിൽ നമ്മുടെ സ്കൂളിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ നേരുന്നു. എല്ലാ മതവും പറഞ്ഞത് ദൈവം സ്നേഹമാണെന്നാണ്. എല്ലാ പ്രവാചകരും സാഹോദര്യത്തിലൂടെയും സമഭാവനയിലൂടെയും ദൈവത്തിന്റെ വിരലുകളിൽ തൊട്ടവരാണ്. ഓരോ കാലത്തും അവർ നമ്മെ ദൈവമഹത്വം ഓർമ്മിപ്പിക്കാൻ പല രൂപത്തിലെത്തി. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുമസ് തരുന്ന ഏറ്റവും വലിയ സന്ദേശമാണ് പുൽക്കുടിലിൽ തിരുപ്പിറവി ഉണ്ടാകുമെന്നാണ്. ഇരുട്ടിൽ സ്നേഹം വെളിച്ചമാകുമെന്നാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും തിരുപ്പിറവി ആശംസകൾ നേരുന്നു. ഒപ്പം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച എല്ലാവർക്കും എന്റെ പേരിലും ഞങ്ങളുടെ സ്കൂളിന്റെ പേരിലും ആശംസകൾ നേരുന്നു. ജനപ്രതിനിധി എന്ന അവസരം ഒരു അംഗീകാരമായും ആ അംഗീകാരം ഒരു അവസരമായും വിനിയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. മുന്നിൽ നിന്ന് നയിക്കേണ്ടവരാണ് നിങ്ങൾ. അതിനുള്ള ശക്തിയും വിവേകവും കരുത്തും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഞങ്ങൾ കുട്ടികൾ നിങ്ങളുടെ പഠന മികവ് കണ്ടാണ് പഠിക്കേണ്ടത്. ഞങ്ങൾക്കൊരു IT ലാബും ആവശ്യമാണ്. കൂടാതെ ഞങ്ങളുടെ മുറ്റം ഇന്റർലോക്ക് ചെയ്ത് കിട്ടിയാൽ വളരെ നല്ലതായിരുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. It's the time of cake cutting. I invite all the members to stand. ഓക്കെ തന്നോളൂ കൂടാ. ഓക്കെ, നമ്മുടെ സ്കൂളിൻ്റെ ഒരു കുഞ്ഞു സമ്മാനങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട മെമ്പേഴ്സിന് നൽകുന്നതിന് വേണ്ടി സ്വാതികയെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു കൊടുക്കും. ഇതിരിക്കാൻ മതി. ഇന്നത്തെ യോഗദിനാധ്യക്ഷപദം അലങ്കരിക്കുന്നത് ഈ സ്കൂളിൻ്റെ ഏറ്റവും ബഹുമാന്യനായ മാനേജർ ശ്രീ വിഷ്ണു സാറ്.
അതുപോലെ തന്നെ PTA പ്രസിഡന്റ് ശ്രീജിത്ത് സാറ്, എന്നോടൊപ്പം വിജയിച്ചു വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹമെമ്പർമാർ, സ്നേഹമുള്ള അധ്യാപകർ, സ്നേഹമുള്ള മാതാപിതാക്കൾ, ഇതിലൊക്കെയും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഇന്ന് നമ്മുടെ അച്ഛൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ആഘോഷങ്ങളുടെ ദിവസങ്ങൾ ആരംഭിക്കുകയാണ്. പരീക്ഷ തീർന്നു, അവധിക്കാലമായി, ക്രിസ്മസ് ആഘോഷങ്ങളായി, അതോടൊപ്പം തന്നെ ക്രിസ്മസ് കരോൾ പരിപാടികളായി, പുതുവർഷ ആഘോഷങ്ങളിലേക്കുമാണ് നാം എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ സന്തോഷങ്ങളെല്ലാം നമ്മൾക്ക് എല്ലാവർക്കും പങ്കിടുവാനായിട്ട് ഇവിടെ അവസരം ലഭിച്ചു. തീർച്ചയായിട്ടും ഞങ്ങളെ സ്കൂളിലേക്ക് വിളിക്കുകയും ഞങ്ങളെ അനുമോദിക്കുകയും ചെയ്ത ഈ മാനേജ്മെൻറ്റിനും ഇവിടുത്തെ അധ്യാപകർക്കുമൊക്കെ പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. ഇനിയും കൂടുതലായി ഒന്നും തന്നെ പറയുന്നില്ല. കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഈശ്വരൻ ഒരിക്കൽ കൂടി എനിക്ക് അവസരം തന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ ഈ നാട്ടിലെ മുത്തശ്ശിയായി, നല്ല പഠന കേന്ദ്രമായി ഈ സ്കൂളിന് എല്ലാവിധമായ സഹായങ്ങൾ ചെയ്യുവാൻ ഞങ്ങളാലാകും വിധം പരിശ്രമിക്കും എന്നറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ മീറ്റിങ്ങിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. I invite K.R. Raji sir for a felicitation speech. ബഹുമാനപ്പെട്ട നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷൻ, നമ്മുടെ SNDPയുടെ പ്രസിഡൻറ്റും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ മാനേജറുമായ വിശ്വനാഥ സാറ്, അതുപോലെ തന്നെ നമ്മുടെ PTAയുടെ പ്രസിഡന്റ് ശ്രീ സാറ്, പ്രിയമുള്ള അധ്യാപകർ, അതുപോലെ തന്നെ എന്നോടൊപ്പം ജനപ്രതിനിധികളായിട്ടുള്ള മെമ്പേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അതുപോലെ തന്നെ കൊച്ചുകുട്ടികളെ, തീർച്ചയായിട്ടും വളരെയേറെ സന്തോഷമുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ ഞങ്ങളതിൻ്റെ തിരക്കിലായിരുന്നു. തീർച്ചയായിട്ടും 27-ാം തീയതി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റിൻ്റെയും വൈസ് പ്രസിഡന്റിൻ്റെയും ഒക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പഠനത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും പുതുവത്സരത്തിൻ്റെയും ക്രിസ്തുമസിൻ്റെയും ആശംസകൾ അർപ്പിക്കുന്നതോടൊപ്പം നല്ല ഒരു നാളേക്ക് വേണ്ടി നമ്മുടെ 2025 എന്ന ഈ വർഷം മാറി 2026 കടക്കുകയാണ്. തീർച്ചയായിട്ടും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നല്ലൊരു അന്തരീക്ഷം ജഗദീശ്വരൻ നമുക്ക് നൽകട്ടെ. ഞാൻ ഈ സ്കൂളിൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. 1ാം ക്ലാസ് മുതൽ ഏതാണ്ട് 7ാം ക്ലാസ് വരെ ഈ സ്കൂളിൽ നിന്നും വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളാണ്. തീർച്ചയായിട്ടും വളയനാട് ശ്രീ ഗാന്ധി മെമ്മോറിയൽ UP സ്കൂളിനെ ഒരിക്കലും മറക്കാൻ കഴിയാത്തില്ല. തീർച്ചയായിട്ടും ഈ സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ മെമ്പേഴ്സിൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും നമുക്കുണ്ടാവും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. I invite Anthony Kadapalakal sir for a felicitation speech. ബഹുമാനായിട്ടുള്ള അധ്യക്ഷൻ, വേദിയിലെ സദസ്സിലുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരും, ക്രിസ്മസിനോടനുബന്ധിച്ച് നടന്ന ഈ പരിപാടിയിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങളെ വിളിച്ച സ്കൂൾ മാനേജ്മെൻറ്റിനോടും അധ്യാപകരോടും പ്രിയപ്പെട്ട കുട്ടികളോടും PTA-യോടുമുള്ള ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി കടപ്പാട് രേഖപ്പെടുത്തുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോൾ ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മയായിരുന്നു. 2005 ആദ്യമായിട്ട് ജനപ്രതിനിധിയായപ്പോൾ എൻ്റെ ഒന്നാമത് ഒരു മെമ്പർ എന്ന നിലയിലുള്ള ആദ്യത്തെ പരിപാടി ആരംഭിച്ചത്, അതായത് കൃത്യം വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുത്ത് അതിന് തൊട്ട് പിറ്റേ ദിവസം കൂടി ആദ്യത്തെ പരിപാടി എനിക്ക് ഇവിടെയായിരുന്നു. അതായത് ഞാനൊരു ജനപ്രതിനിധി എന്ന നിലയിൽ എന്തെങ്കിലും ഗുണങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തിയിൽ എന്തെങ്കിലും മേന്മയുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം തുടക്കം ഇവിടെ നിന്നായിരുന്നു. കാരണം ഒരു ഐശ്വര്യമായിരുന്നു, തുടക്കം ഐശ്വര്യപ്പെടുന്നതായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ കാലഘട്ടങ്ങളിൽ 5 വർഷക്കാലം ഈ ഒളയനാട് വാർഡ് മെമ്പർ, പിന്നീട് എളങ്കാട് ടൗൺ വാർഡിൻ്റെ മെമ്പർ, ആ കാലത്തൊക്കെ മിക്കവാറും എല്ലാ പരിപാടികളിലും പങ്കെടുക്കുവാൻ, എല്ലാ പരിപാടികളും വിളിക്കുവാനും പലപ്പോഴും ടൗൺ വാർഡിൻ്റെ മെമ്പർ ആ സമയത്ത് കൊണ്ട് വരാൻ പറ്റിയിരുന്നില്ല പലക്കാലത്തും. അതേ ഉള്ളൂ. കാരണം 2-3 അംഗൻവാടികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കൂടുതലായിട്ട് വരാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിനോട് ഇപ്പം എളങ്കാടും ചെറുക്കാടും ഒക്കെ എനിക്ക് ഒരു പെറ്റമ്മയാണെങ്കിൽ ഒളയനാട് സ്കൂൾ എനിക്കൊരു പോറ്റമ്മയാണ്, എന്നെ വളർത്തിയ അമ്മയാണ് ഈ സ്കൂൾ. കാരണം ഒരുപാട് പരിപാടികൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് പരിപാടികൾ പങ്കെടുക്കുവാനും ആശംസ അർപ്പിക്കുവാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പ്രാവശ്യവും അന്ന് ഞാൻ ആദ്യമായിട്ട് കടന്നു പോകുന്നതുപോലെ തന്നെ ഇത്തവണ വന്നപ്പോഴും നമ്മുടെ കൊച്ചുകുട്ടി സ്കൂളിനോട് ചില ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്. തീർച്ചയായിട്ടും നമുക്കറിയാം കുട്ടികളുടെ ആഗ്രഹം, സ്കൂളിൻ്റെ ആവശ്യം, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്.
നമുക്കറിയാം പലപ്പോഴും ത്രിതല പഞ്ചായത്തുകൾക്ക് IT ലാബാണെങ്കിലും സ്കൂളിൻ്റെ മുൻവശം മിന്നലോക്കിടേണ്ട കാര്യമൊക്കെ വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ച് ആധുനിക കാലത്ത്, ഇന്നത്തെ കാലത്ത് മറ്റു സ്കൂളുകളോടൊപ്പം നമ്മുടെ സ്കൂളും വളരെ അത്യാവശ്യമാണ്. ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ടും ത്രിതല പഞ്ചായത്തുകളുടെ സാഹചര്യങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ പരിഗണിക്കില്ല എന്നല്ല പറഞ്ഞത്. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ത്രിതല പഞ്ചായത്തുകൾക്ക് പ്രത്യേകിച്ച് എയ്ഡഡ് സ്കൂളുകളിൽ ഫണ്ട് മുടക്കുവാൻ കഴിയുന്ന 2 മേഖല, ഒന്ന് ശുചിത്വ മേഖലയും 2 കുടിവെള്ള മേഖലയും. ഈ 2 മേഖലയ്ക്ക് ഒരു പരിധി വരെ നമുക്ക് അത് രണ്ടും ഒന്നിപ്പോൾ അനുമോദനം ചെയ്ത കാര്യം പറഞ്ഞു. ആ കുടിവെള്ളത്തിൻ്റെ പദ്ധതി ഞാനിപ്പോഴും ഓർക്കുന്നു. 2007 സമയത്ത് അന്നുണ്ടായ ഏറ്റവും വലിയ വരൾച്ച, ആ കാലങ്ങളുടെ ഏറ്റവും വലിയ വരൾച്ചയുടെ കാലത്ത് 5 കുഴൽക്കിണറുകളാണ് ജില്ലാ കളക്ടർ നമുക്ക് അനുവദിച്ചത്. അതിൽ ഒരു കുഴൽക്കിണർ നമ്മൾ ഈ സ്കൂളിൽ ഇപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഞാൻ കയറി വന്നപ്പോൾ ആ കുഴൽക്കിണറിൻ്റെ മനോഹരമായ മോട്ടറൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് കുടിവെള്ള മേഖലയ്ക്കും ശുചിത്വ മേഖലയ്ക്കുമാണ് ത്രിതല പഞ്ചായത്തുകൾ ഫണ്ട് അനുവദിക്കുവാൻ പറ്റുക. എങ്കിലും മറ്റു മേഖലകളിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ ഫണ്ട് കണ്ടെത്തുവാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കും, പരമാവധി ശ്രദ്ധിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ആദ്യത്തെ ഒരു പരിപാടി ആയതുകൊണ്ടാണ് കൃത്യസമയത്ത് എത്തിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കൂട്ടിക്കൽ ടൗൺ പോലെ സങ്കീർണമായ പ്രശ്നങ്ങളുള്ള ഒരുപാട് ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു മേഖലയിൽ നിന്ന് ജയിച്ച ഒരാളെന്ന നിലയിൽ നിങ്ങൾ വിളിക്കുന്ന എല്ലാ പരിപാടികളിലും പരമാവധി എത്തുവാൻ ഞാൻ ശ്രമിക്കും. എങ്കിൽ പോലും എന്തെങ്കിലും കാണിച്ചാൽ എനിക്ക് നിങ്ങൾ വിളിക്കുന്ന എല്ലാ പരിപാടികളിലും എത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു വീഴ്ചയായിട്ട് നിങ്ങൾ കാണരുത്. മറ്റൊരു വാർഡ്, വേറൊരു മേഖലയിൽ നിന്നുള്ള വാർഡ് മെമ്പർ എന്നുള്ള നിലയിലുള്ള ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ കാണുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ക്രിസ്തുമസ് എന്ന് പറയുന്നത് പ്രത്യാശയുടെ ഉത്സവമാണ്. കാരണം നമുക്ക് ഒരു നല്ല നാളെയുണ്ട്, നമുക്കൊരു രക്ഷകനുണ്ട്, രക്ഷകൻ്റെ വരവുണ്ട് എന്ന് കാണിക്കുന്ന വലിയൊരു ഉത്സവമാണ്. ആ ഉത്സവത്തിന് നമുക്കൊരു അവധിക്കാലം കഴിഞ്ഞ് ഒരു സ്കൂളിൻ്റെ പരീക്ഷയും ഒരുപാട് രാത്രി ഉറക്കം വെച്ചിരുന്ന പഠിപ്പിൻ്റെ കാലമൊക്കെ കഴിഞ്ഞ് ഒരു അവധിയുടെ പ്രത്യാശയുടെ ദിനങ്ങളിലേക്കാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ആ പ്രത്യാശയുടെ ദിനത്തിൻ്റെ, ക്രിസ്തുമസിൻ്റെ, പ്രത്യേകിച്ച് പുതിയൊരു മത്സരത്തെ നമ്മുടെ കൊച്ചുകുട്ടി സൂചിപ്പിച്ച പോലെ തന്നെ ക്രിസ്തുവിന് മുൻപും പിൻപും ക്രിസ്തു വർഷവും ഒക്കെ പറയുന്നത് പോലെ തന്നെ പുതിയൊരു വർഷത്തെയും പുതിയൊരു മത്സരത്തെയും ഒക്കെ വരവേൽക്കുവാൻ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള ആശംസ അറിയിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ഭാരതീയരുടെ. ഇപ്പോഴാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ വേദിയിലേക്ക് കടന്നു വന്നത്. ഞാൻ ആദ്യം മുതലേ നോക്കിയായിരുന്നു, സമയം മറന്നു പോയി തോന്നുന്നു. നിങ്ങൾക്ക് ആർക്കും പരിചയമില്ല. നമ്മുടെ സ്കൂളിലെ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ചു പോയ വ്യക്തിയാണ് ശ്രീ കിരൺ രാജൻ. ഇപ്പം നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പോലെ ഇവിടെ ഈ ഹോളിൽ ഇവിടെ നിന്ന് 1ാം ക്ലാസ്സിലേക്ക് ഇവിടെ വന്ന് ഇരുന്നേക്കുന്ന ആളാണ്. ഭയങ്കര അനുഭവമായിരുന്നു. ഇവരെ പല പ്രാവശ്യം നമ്മൾ പിടിച്ച് ഇവിടെ ഓഫീസിന്റെ മുന്നേ പിടിച്ച് ഇരുത്തിയേക്കുന്ന ആളൊക്കെയാണ്. അതൊക്കെ ഓർക്കുന്നുണ്ടാകും ഇപ്പം അല്ലേ? എല്ലാം ഓർക്കുന്നുണ്ട്. അപ്പോൾ കിരൺ രാജൻ ഇപ്പോൾ നമ്മുടെ ബ്ലോക്ക് മെമ്പറായിട്ട് എലക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിയായ സന്തോഷമുണ്ട്. കിരണിനെ സംബന്ധിച്ച് എനിക്ക് ഇവിടെ ഇരിക്കുന്നതിൽ മറ്റാരേക്കാളും കൂടുതൽ കിരണിനെ അറിയാവുന്ന ഒരു വ്യക്തി ഞാൻ തന്നെയാണ്. കാരണം 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ സ്കൂളിൽ പഠിച്ച ഒരു വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളാണ്. അപ്പോൾ അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ ഇനി ഞാൻ മുമ്പേ ഈ സ്വാഗതം പറഞ്ഞ സമയത്ത് ഒരാളുടെ പേര് പറയാൻ വിട്ടുപോയി. നമുക്ക് ഈ ഒരു ഇലക്ഷനിലൊക്കെ മത്സരിക്കാൻ വേണ്ടി നമ്മളുടെ പേരൊന്ന് നിർദ്ദേശിക്കുക എന്ന് പറഞ്ഞിട്ട് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. നിങ്ങൾക്കറിയാമോ? ഒന്ന് കേട്ടെ, നമ്മുടെ സ്കൂളിലെ ഒരു സാറും മത്സരിച്ചിരുന്നു. അറിയാമോ നിങ്ങൾക്ക്? കേട്ടായിരുന്നോ? ആരാണ്? നമ്മുടെ പ്രിയപ്പെട്ട ധർമ്മകീർത്തി സാറും മത്സരിച്ചിരുന്നു. അദ്ദേഹം ഇവിടെ അല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഒരു പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുക എന്ന് പറഞ്ഞെങ്കിൽ ചെറിയ കാര്യമല്ല, അത് വളരെ വലിയൊരു കാര്യമാണ്. സാറിന് വിജയിക്കാൻ പറ്റിയില്ല, അതൊക്കെ പോട്ടെ. ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും ജയവും പരാജയവും ഒക്കെ ഉണ്ടാവും. അപ്പൊ സാറിനെയും പ്രത്യേകം അനുമോദിക്കുന്നു. അതുപോലെ കിരൺ രാജനെ വളരെ സന്തോഷത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ അടുത്ത ഒരു മെമ്പർ കൂടി വന്നു, ഷീന ബൈജു. അവരുകള് താളുങ്കലെ മെമ്പറാണ്. നേരത്തെ കുട്ടി ഇവിടെ പഠിച്ചതല്ലേ? നേരത്തെ ഷീന ബൈജു മെമ്പറുമായിട്ട് നമുക്കൊരു കണക്ഷനുണ്ട്. ഷീന ബൈജു നേരത്തെ നമ്മുടെ പേരന്റ് ആയിരുന്നു. ഷീന ബൈജുവിന്റെ കുട്ടി നമ്മുടെ സ്കൂളിൽ പഠിച്ചതായിരുന്നു. ആ ഒരു ബന്ധത്തിലാണ് ഷീന ബൈജുവിനെ നമ്മൾ വിളിച്ചിരിക്കുന്നത്. അപ്പം വളരെ
സന്തോഷത്തോടെ ഷീന ബൈജുവിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കിരൺ രാജൻ പ്ലീസ്. എനിക്ക് ഈ സന്തോഷം വന്നപ്പോഴത്തേക്കും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, കാരണം അത്രയും ഭയങ്കര സന്തോഷമാണ് ഈ കിരണിനെ കാണുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ ബ്ലോക്ക് മെമ്പർ ആയതിനുള്ള വളരെയേറെ സന്തോഷം കേട്ടോ. നിങ്ങളുടെ എല്ലാം നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ, നല്ല വേറെ ഒന്നുകൂടെ. ഓക്കെ 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 ഓക്കെ. അപ്പോൾ നല്ല രീതിയിൽ നല്ല മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് നല്ല ഒരു കരുത്തുറ്റ ഭാവി ഈ മേഖല തന്നെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്നത്തെ ക്രിസ്മസ് ആഘോഷ പരിപാടികളുടെ അധ്യക്ഷൻ നമ്മുടെ സ്കൂളിൻ്റെ ഒരു ബഹുമാന്യ മാനേജർ വിശ്വനാഥ് സാറ്, നമുക്ക് നല്ലൊരു സന്ദേശം നൽകിയ നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീജിത് സാറ്, നമ്മുടെ ബ്ലോക്ക് മെമ്പർ കിരണ്, സഹമെമ്പർമാർ, ബഹുമാന്യ അധ്യാപകരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ആരും ഒരു പ്രസംഗത്തിൻ്റെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഇനി ക്രിസ്മസിൻ്റെ ആഘോഷ പരിപാടികളിലേക്ക് എല്ലാവരും തയ്യാറായിട്ടിരിക്കുകയാണെന്നറിയാം. കൂടുതലൊരു കാര്യവും പറയുന്നില്ല. ആദ്യമേ തന്നെ ഞങ്ങൾക്ക് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നമുക്ക് ആദ്യമായി കിട്ടിയൊരു പരിപാടിയാണ് ഈ സ്കൂളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഈ അനുമോദന ചടങ്ങ്. അതിന് സ്കൂൾ PTA-യോടും മാനേജ്മെൻറ്റോടും നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഒരിക്കൽ കൂടി ഈ സ്കൂളിലേക്ക് ഇങ്ങോട്ട് കടന്നു വരാനുള്ള അവസരം ലഭിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ കൃപയ്ക്ക് നന്ദിയും പറഞ്ഞുകൊള്ളതു. ഇന്നത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ നമുക്കറിയാം, ലാളിത്യത്തിൻ്റെയും വിനയത്തിൻ്റെയും പ്രതീകമായിട്ട് യേശു പുൽക്കൂട്ടിൽ പിറന്നു. അവിടുന്ന് പിന്നെ നമുക്ക് സ്നേഹത്തിൻ്റെ മാതൃക കാട്ടിത്തന്നുകൊണ്ട് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എല്ലാം തങ്ങളുടെ വാക്കുകളിൽ ഒതുങ്ങാതെ പ്രവൃത്തികളിൽ കൂടെ നമുക്ക് കാട്ടിത്തന്ന ആ യേശുക്രിസ്തു അവസാനം ഉദ്ധിതനായി. അപ്പോൾ ഈ പുൽക്കൂട്ടിൽ ജനിച്ച ക്രിസ്തുവിൻ്റെ ലാളിത്യത്തിൻ്റെ എളിമയുടെ രീതി നമ്മൾ ശീലിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ മാതൃക കാട്ടിക്കൊടുത്തുകൊണ്ട് ഒരു നല്ലൊരു ക്രിസ്തുമസിനെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. നിങ്ങൾ കേക്ക് നോക്കി ഇങ്ങനെ അക്ഷമരായിരിക്കുകയല്ലേ? കേക്ക് കഴിച്ചാലോ? നമുക്ക് കേക്ക് കഴിച്ചാലോ? ഓക്കെ ഓക്കെ. അപ്പോൾ കേക്ക് വിതരണം ചെയ്യുന്നതുകൊണ്ട് സാൽവിൻ സാറിനെയും ബാക്കി എല്ലാ ടീച്ചേഴ്സിനെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അധ്യക്ഷൻ വിശ്വനാഥൻ സാറ്, പ്രിയമുള്ള ശ്രീജിത്ത് സാർ, നമ്മുടെ PTA പ്രസിഡന്റ്, പ്രിയങ്കനായ ബ്ലോക്ക് മെമ്പർ ശ്രീ കിരൺ രാജൻ, പ്രിയങ്കരായ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി ആൻസി അഗസ്റ്റിൻ, മറ്റ് മെമ്പർമാർ ശ്രീ ജയാരാജി, ആന്റണി കടപ്പാക്കൽ, സ്റ്റാൻഡാഫായി ജയകുമാർ, ഷീന ബൈജു, പ്രിയങ്കരായ അനീഷിജു, രാജിമോള്, ഏറെ പ്രിയങ്കരനായ മധു സാറ്, എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം. എല്ലാവർക്കും സന്തോഷമാണോ? എല്ലാവരും എന്താ സന്തോഷമായിട്ടിരിക്കുന്നത്? എന്താ ക്രിസ്തുമസാ അല്ലേ?
ക്രിസ്തുമസിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവരും തലയിൽ ചുമന്ന തൊപ്പിയൊക്കെ ആയിട്ട് ചുമന്ന ബലൂണും വെള്ള ബലൂണും ഒക്കെ പറത്തി നിൽക്കുകയാണ് അല്ലേ? അപ്പം ആ സന്തോഷം എന്തുകൊണ്ടാണ്? യേശുദേവൻ്റെ ജന്മദിനത്തിൻ്റെ ഭാഗമായിട്ട് ക്രിസ്തുമസ് ആഘോഷിക്കപ്പെടുകയാണ് അല്ലേ? ലോകമെമ്പാടും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ നിമിഷങ്ങളാണ് നമ്മുടെ ഓരോ ഉത്സവങ്ങളും ഓരോ ഇങ്ങനെയുള്ള ദിനങ്ങളും നമുക്ക് കൊണ്ടുവന്നെത്തിക്കുക. നാം ഈ ക്രിസ്തുമസ് വേളയിൽ ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഇവിടെ നിങ്ങളുടെ മുൻപിൽ നിൽക്കുകയാണ്, നിങ്ങളുടെ അടുത്ത് നിൽക്കുകയാണ്. ഈ സ്കൂളിൽ പഠിച്ച നിങ്ങളെപ്പോലെ ഇവിടെ പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞാനും. നമ്മുടെ മനോജ് സാറും നമ്മുടെ മുഹമ്മദ് കുട്ടി സാറും ഞങ്ങളൊക്കെ തോളോട് തോൾ ചേർന്ന് ഈ സ്കൂളിൽ പഠിച്ച ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്തിൻ്റെ ഒരു സവിശേഷമായ ഓർമ്മകളാകാം ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. എന്തോ ഒരു ആത്മബന്ധം നിങ്ങളിലേക്ക് എന്നെ അടുപ്പിക്കുന്നത് പോലെ തോന്നുന്നത്. എല്ലാവരും ശ്രദ്ധിക്കാമോ? ശ്രദ്ധിക്കാമോ? അപ്പൊ ശ്രദ്ധിക്കണേ. കേക്കൊക്കെ എല്ലാവരും കഴിച്ചല്ലോ. അപ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്ന ഓരോ ഓർമ്മകളുണ്ട് അല്ലേ? ആ ഓർമ്മകൾ ഇങ്ങനെയുള്ള ക്രിസ്തുമസിൻ്റെ, ഓണത്തിൻ്റെ, റംസാൻ്റെ, വിഷുവിൻ്റെ ഒക്കെ ആ സമയത്തുള്ള ഓർമ്മകളാണ്. ആ ഓർമ്മകളിൽ നമുക്ക് എല്ലാവർക്കും ഉല്ലസിക്കുവാനും കളിക്കുവാനും നമുക്ക് സന്തോഷത്തോടെ പോകുവാനും ഒക്കെയുള്ള നിമിഷങ്ങളാണ്. നമുക്ക് മറ്റു സമയങ്ങളിലൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കാനും ഒക്കെ ആയിട്ട് സമയത്ത് ഒത്തിരി സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകാൻ സന്തോഷം കുറവായിരിക്കും അല്ലേ? പഠിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണോ? എല്ലാവർക്കും പഠിക്കാൻ ഇഷ്ടമില്ലാത്തവരെന്ന് കൈവെട്ടിക്കോ. എല്ലാവരും പഠിക്കാൻ ഇഷ്ടമുള്ളവർ. അപ്പൊ പഠിക്കാൻ ഇഷ്ടമുള്ളവരാ എല്ലാവരും. പക്ഷെ പഠിക്കാൻ വേണ്ടി നമ്മളെ അധ്യാപകർ എവിടെയെങ്കിലും പിടിച്ചെടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷക്കുറവുണ്ട് അല്ലേ? എനിക്കും അങ്ങനെ സന്തോഷക്കുറവുള്ള ആളായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞേക്കാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്. അന്നേരം അധ്യാപകർ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമ്മളെ സന്തോഷത്തോടുകൂടി പഠിക്കുവാൻ വേണ്ടി ഇരിക്കണം അല്ലേ? നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ പേരെന്ന് പറയാമോ? ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അല്ലേ? ജവഹർലാൽ നെഹ്റു കുട്ടികളെ ഇഷ്ടപ്പെട്ട ആളായിരുന്നു. ചാച്ചാജി അല്ലേ? ചാച്ചാജി എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ചാച്ചാജി കുട്ടികളോട് ഒരിക്കൽ പ്രസംഗിക്കുമ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? കുട്ടികൾ വിവിധ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ചാച്ചാജി കുട്ടികളോട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് 3 കാര്യങ്ങളാണ് പറയുവാനുള്ളത്. ഒന്നാമതായി പറയുവാനുള്ളത് നിങ്ങൾ പഠിക്കണം. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, രണ്ടാമതായി എന്താണ് പറയുവാനുള്ളത്? അപ്പോൾ ചാച്ചാജി അവരോട് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം, എനിക്ക് രണ്ടാമതായി നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ പഠിക്കണം. അപ്പോൾ കുട്ടികൾ ചോദിച്ചു, ചാച്ചാജി മൂന്നാമതായി ഞങ്ങൾ പറയാനുള്ളത് എന്താണ്? അപ്പോൾ അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ചാച്ചാജി മൂന്നാമത് എന്താ പറഞ്ഞത്? നിങ്ങൾ പഠിക്കണം. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയുവാനുള്ളൂ, കുട്ടികളായ നിങ്ങൾ പഠിക്കണം. പഠിച്ച് മിടുക്കന്മാരാകണം, സ്കൂളിൻ്റെ അഭിമാനമായി മാറണം, നാടിൻ്റെ അഭിമാനമായി മാറണം, നമ്മുടെ ഈ സമൂഹത്തിന് മാർഗദർശികളായി മാറണം. ഞങ്ങളെയൊക്കെ വിജയിപ്പിച്ച ആളുകൾ, നിങ്ങളുടെ പേരൻസ് ഇവിടെയുണ്ട്. അവർക്കൊക്കെ ഗുണകരമായ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ വേണ്ടി ഞങ്ങൾ സദാ സന്നദ്ധമായിരിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും കൃത്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. വളരെ വൈകിയാണ് ഈ പരിപാടിയിലേക്ക് ഞാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ യോഗ നടപടിക്രമങ്ങൾ കുറിച്ചൊന്നും എനിക്കൊരു ധാരണയില്ല. ഇപ്പോൾ ഇവിടെ ഒരുപാട് സംസാരിച്ചാലാണ് ഇവിടെ ഇരിക്കുന്ന കൂട്ടുകാരെല്ലാവരും പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ കരുതുന്നത്.
കാരണം അവരെ സംബന്ധിച്ച് എപ്പോഴാണോ ഈ പരിപാടി കഴിയുന്നത് അപ്പോൾ തൊട്ട് നിങ്ങൾക്ക് അവധിയാണല്ലേ. ക്രിസ്മസിനെ ഏറ്റവും സന്തോഷകരമാക്കുന്ന കാര്യം എന്താണെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങളെല്ലാവരും എന്ത് പറയും എന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് സ്കൂളിൽ പഠിക്കുമ്പോൾ 10 ദിവസം ഹോംവർക്ക് ചെയ്യേണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് അവധികളിലുണ്ടായിരുന്ന ഏറ്റവും വലിയ സന്തോഷം. നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. എങ്കിലും ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ ജീവിതം 1-ാം ക്ലാസ് ആവട്ടെ, 2-ാം ക്ലാസ്സുകാരാവട്ടെ, പിന്നീട് ഇങ്ങോട്ട് ഏത് ക്ലാസ്സുകളിൽ പഠിക്കുന്നവരായാലും നിങ്ങളുടെ ഈ ജീവിതത്തെ, ഈ സമയത്തെ നന്നായി ആസ്വദിക്കുക, പഠിക്കുക. സ്കൂളിലെ എല്ലാ ആക്ടിവിറ്റികളിലും, അത് കലോത്സവമാവട്ടെ, സയൻസ് ഫെയർ ആവട്ടെ, വർക്ക് എക്സ്പീരിയൻസ് ആവട്ടെ, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഇടപെടാൻ പരമാവധി ശ്രദ്ധിക്കുക. നേരത്തെ മനസ്സിലാക്കി സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിൽ ഇന്ന് കൈവശമുള്ള എല്ലാ അറിവും വിദ്യയും എല്ലാം ഇവിടെ കിട്ടിയതാണ്. ഇവിടെ നിന്നാണ് ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സൗഹൃദങ്ങളെ കിട്ടിയത്. ഒരു പക്ഷേ എനിക്കിപ്പോൾ 26 വയസ്സുണ്ട്. എൻ്റെ ആൾക്ക് അത്ര വയസ്സുകാരനുണ്ടോ കൂട്ടുകാരെ? ഇല്ലല്ലോ. എനിക്ക് 26 വയസ്സുണ്ട്. 20 വർഷമായിട്ട് എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ അവിടെ 1 ബിയിലും മറ്റും എനിക്ക് കിട്ടിയ കൂട്ടുകാരാണ്. ഇന്ന് വരെയും അവർ ഞങ്ങൾക്കൊപ്പമുണ്ട്. അത്തരത്തിൽ നല്ല കൂട്ടുകാരെ സൃഷ്ടിക്കാനും നല്ല അധ്യാപകരെ ആയിട്ട് നല്ല ബന്ധമുണ്ടാക്കാനും എല്ലാവരും ശ്രദ്ധിക്കണം. നന്നായി പഠിക്കണം. സ്കൂളിലെയും നാട്ടിലെയും വീട്ടിലെയും എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നവരായി കൂട്ടുകാർക്ക് മാറണമെന്ന് കൂടി ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. വലിയ സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ. കാരണം ഞാൻ ഈ സ്കൂളിൽ ഈ ഫ്രണ്ട് ബെഞ്ച് മുതൽ ഈ കേക്ക് വിതരണം വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും, ഒരുപക്ഷെ സംഘടനാ പ്രവർത്തനത്തിൻ്റെയും പൊതുപ്രവർത്തനത്തിൻ്റെയൊക്കെ ഭാരവാണ് ഇവിടെ നിന്ന് തുടങ്ങിയ ഗ്രൂപ്പ് ആക്ടിവിറ്റികളിലൊക്കെയാണ് ലഭിക്കുന്നത്. അക്കാര്യത്തിൽ ഇവിടെ വന്നു നിൽക്കുമ്പോൾ ആ അഭിമാനവും സന്തോഷവും ഒരുപാടുണ്ട്. അങ്ങനെ ഈ സ്കൂളിന് യശസ് ഉണ്ടാക്കാൻ കഴിയുന്ന നിലയിലേക്ക് പ്രിയപ്പെട്ട എല്ലാവരും വളർന്നു വരട്ടെ എന്ന് മാത്രം സ്നേഹത്തോടെ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ക്രിസ്മസും നല്ല പുതുവത്സരവും നല്ലൊരു അവധിക്കാലവും ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സ്നേഹാഭിവാദ്യങ്ങൾ. I invite Rajamol Madam for a felicitation speech. ആദ്യമായി എല്ലാവർക്കും നമസ്കാരം. പിന്നെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇന്ന് ഞങ്ങൾക്ക് 14 പേർക്ക് ആദ്യമായിട്ട് കിട്ടിയ ആദ്യത്തെ ഒരു അവസരമാണ് ഇന്ന് ഈ സ്കൂളിൽ നൽകിയത്. അതുപോലെ തന്നെ ഇതിന് മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്. എൻ്റെ മക്കൾ 2 പേരും ഈ സ്കൂളിൽ ആദ്യം പഠിച്ചതാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന 1-2 പേർക്കൊക്കെ അറിയത്തുള്ളായിരിക്കും എന്നെ. അതുപോലെ ഈ സ്കൂളിൽ വരാൻ കഴിഞ്ഞതും ഈ പരിപാടിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിനും നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്തുമസ് ന്യൂ ഇയർ ആശംസകൾ നേർന്നു നിർത്തുന്നു. നന്ദി. ഇനി നമുക്ക് ഈ കഴിഞ്ഞ മാസം പ്രസംഗ മത്സരം നടത്തിയപ്പോൾ വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാന വിതരണമാണ്. നമ്മുടെ മെമ്പർമാരൊക്കെ പോകാൻ വേണ്ടി തീർന്നു വെക്കുകയാണ്. അതുകൊണ്ട് അതിന് മുമ്പ് ആ ഒരു ചടങ്ങ് ഞാൻ നടത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഞാൻ പേര് വിളിക്കുന്ന ക്രമത്തിൽ നിങ്ങളിങ്ങ് പോരോളാം. പേര് വിളിക്കാം. സാറിന് മമ്മൂട്ടി സാർ, സ്വാതിക സനീഷ് 4. സ്വാതിക സനീഷ്. എല്ലാവരും നടത്തുന്നത്. ആദിക ബൈജു 3A. ആദിക ബൈജു. ആദിക ബൈജു മോളെ, ആ പ്രസംഗ മത്സരത്തില് സമ്മാനം വാങ്ങിയ എല്ലാവരും ഇങ്ങ് പോരോടാ. ആദിക ബൈജു പെട്ടെന്ന് വാ. ആദിക ബൈജു. ആദിക ബൈജു ആണ്. ഹാരി എസ്. ഹാരി എസ്. സതീർത്ത എം അഭിലാഷ്. സതീർത്ത എം അഭിലാഷ്. ആരാ സതീർത്ത? എന്തേ? അസാൻ അർഹം.
ഹസൻ. ആദികൃഷ്ണ സജ്ജി. ആദികൃഷ്ണ സജ്ജി. ആദികൃഷ്ണ സജ്ജി എന്തിയെ? ആദികൃഷ്ണ സജ്ജി. അസാജന്ന. അസാജന്ന. ഡിയോണ ജോസഫ്. ഡിയോണ ജോസഫ്. ഡിയോണ ഡിയോണ ഇല്ലയോ? ഡിയോണ ജോസഫ്. ഡിയോണ. ഡിയോണ. അമന്ന റോസ്. അമന്ന റോസ്. ഡിയോണ എന്തടി? അജ്വ ഫാത്തിമ. അജ്വ ഫാത്തിമ. എസ്തർ അന്ന ജോബിൻ. എസ്തർ അന്ന ജോബിൻ. വിൺധാര. 1ാം ക്ലാസ്സിലെ വിൺധാര. 2ാം ക്ലാസ്സിലെ ആരവ് കെ അനീഷ്. ആരവ്. ആരവ് കെ അനീഷ്. എന്ത് ആരവ് എന്ത്? അക്സൻ അയൂബ്. അക്സൻ. അക്സൻ അയൂബ്. ഡിയോണ. ഡിയോണ. അജ്വ. എൻ്റെ മക്കൾ 2 പേര് ഈ സ്കൂളിൽ പഠിച്ചതാണ്. അന്നത്തെ കാലത്ത് അവർ നല്ല സ്പോർട്സുകാരായിരുന്നു. നല്ലൊരു പഠനം ഈ സ്കൂളിൽ നിന്നുണ്ടായി. അവരിപ്പം പുറത്ത് ജോലി ചെയ്യുന്നു. പിന്നെ ഇവിടെ ഈ നമ്മുടെ ഈ സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ സന്ദേശം നൽകിയ നമ്മുടെ ഉണ്ണിയേശുവിൻ്റെ പിറന്നാളായി ആഘോഷിക്കുന്ന ഈ ക്രിസ്മസിൻ്റെ ആഘോഷവേളയിൽ എല്ലാവർക്കും നല്ല ആശംസകൾ നേരുന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത് ഷീന മെമ്പറെ ക്ഷണിച്ചു കൊള്ളുന്നു. വേദിയിലിരിക്കുന്നവർക്കും സദസ്സിലിരിക്കുന്നവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരും ഈ സ്കൂളിലാണ് വിദ്യാഭ്യാസം അച്ചടക്കവും പഠിച്ചത്. ആ സ്കൂളിൽ തന്നെ ഇങ്ങനെ ഒരു നിർവഹണം ഈ സ്റ്റേജിൽ നിർത്താൻ ഞാൻ ഭാഗ്യമുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു. പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ വക ക്രിസ്മസ് പുതുവത്സര ആശംസകൾ വരുന്നു. സ്കൂളിൻ്റെ ഒരു കുഞ്ഞു സമ്മാനം. അപ്പം നമ്മുടെ എത്തിയിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട മെമ്പർമാരും ആശംസകളൊക്കെ പറഞ്ഞു. അപ്പം നിങ്ങൾ എനിക്കറിയാം നല്ല തിരക്കിലാണ്. ഇനിയിപ്പം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും ഒക്കെ ധാരാളം തിരക്കുകളുണ്ട്. അതിനിടയ്ക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നതിൽ ഉള്ള അതിയായ സന്തോഷം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഫാദർ സേവരച്ചൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മുടെ യോഗ ഉദ്ഘാടന സമയത്ത് വരുന്ന ചില ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടാണ് അച്ഛൻ ഇപ്പോൾ വന്നത്. അച്ഛനെ വളരെ സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഒരു ആശംസ കൊടുക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു. സ്നേഹതനായ അച്ഛൻ മദർസ, ഏറ്റവും സ്നേഹമാനമുള്ള സിസ്റ്റേഴ്സ്, പ്രിയമുള്ള അധ്യാപകരെ, കുട്ടികളെ, പ്രിയമുള്ള എല്ലാവരും മിണ്ടായിരിക്കാവോ? ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ.
എല്ലാവർക്കും വളരെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുകയാണ്. ക്രിസ്മസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷമാണല്ലേ? എന്തുകൊണ്ടാണ് ക്രിസ്മസ് നമുക്ക് സന്തോഷമായിട്ട് വരുന്നത്? നമുക്ക് നല്ല ക്രിസ്മസ് സോപ്പായിട്ട് തോപ്പിക്ക് വെക്കാം, ക്രിസ്മസ് കൊറോണ വേണം, പിന്നെ സ്കൂളിലൊക്കെ എന്ത് അടിപൊളി പരിപാടികളാണല്ലേ? അപ്പം യേശു ജനിച്ച ഒരു ഇതിനെയാണ് ക്രിസ്മസ് ആയിട്ട് നമ്മൾ ആഘോഷിക്കുക. അപ്പം നമുക്കെല്ലാവർക്കും സന്തോഷമാണ് ക്രിസ്മസ് അല്ലേ? അപ്പം നമുക്ക് നമ്മുടെ ഒത്തിരി പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു സ്ഥലത്ത് പോയിരിക്കുകയായിരുന്നു, 2 മണിക്ക് വരാൻ പറ്റിയില്ല. അപ്പം എനിക്ക് ഒത്തിരി ആശംസ പറയുന്നതിനേക്കാളും വരികയാണ് നമ്മുടെ പരിപാടികൾ, കുട്ടികളുടെ പരിപാടി നടക്കുന്നത്. അപ്പോൾ ഒറ്റ വാക്കിൽ എല്ലാവർക്കും നന്മയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും അടുത്ത വർഷം ഏത് വർഷമാണ് പ്രവേശിക്കുന്നത്? അടുത്ത വർഷം 2026-ൻ്റെയും എല്ലാ ആശംസകളെയും ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.